റിപ്പോർട്ടുകളിലേക്ക്. വർക്കല പാപനാശം കടൽ തീരത്തും ബലിതർപ്പണ തിരക്കാണ്. വർക്കല നഗരസഭയും ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച ചടങ്ങുകൾ തുടരുകയാണ്. എസ് ശാലിനി ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, വലിയ തിരക്കാണ് വർക്കല പാപനാശം കടൽ തീരത്തും അനുഭവപ്പെടുന്നത് അല്ലേ? ദേവിക, തീർച്ചയായും അങ്ങനെയാണ്. കർക്കിടക വാവുബലി പിതൃക്കൾക്ക് ദർപ്പണങ്ങൾ ചെയ്യാനുള്ള സമയമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഒന്ന് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രമാണ്. അവിടെയും ബലിതർപ്പണം തുടരുകയാണ്. തൊട്ടു പിന്നാലെയുള്ളത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആലുവ മണപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന സ്ഥലം കൂടിയായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയായ വർക്കല പാപനാശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വർക്കല പാപനാശത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. രാവിലെ 4 മണി മുതൽ തുടങ്ങിയ ഒരു പിതൃതർപ്പണ ചടങ്ങുകൾ വാവുബലി അതിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ മണിക്കൂറിലും. ഏകദേശം ആരംഭിച്ച് 6 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ആ സമയത്തും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പതിനായിരങ്ങളാണ് വർക്കല പാപനാശത്തേക്ക് ഒഴുകിയെത്തുന്നത്. പാപനാശത്ത് മാത്രമല്ല, തൊട്ട് സമീപത്ത് തന്നെയുള്ള വർക്കല ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. അവിടെയും അത്രയും അധികം ആളുകൾ എത്തുന്നുണ്ട്. അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വിവിധ വകുപ്പുകൾ അതിൻ്റെ ഏകോപനം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത് ഒരുക്കി, മറുഭാഗത്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മണ്ഡപങ്ങൾ തയ്യാറാക്കി അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. ഏകദേശം 1000-ഓളം വരുന്ന ശാന്തിക്കാരാണ് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി വർക്കല പാപനാശത്ത് മാത്രം ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിലും സമാനമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഒരു കേന്ദ്രം കൂടിയാണ് പാപനാശം എന്നുള്ളത്. സ്വാഭാവികമായും അത്രയും അധികം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് അടക്കമുള്ളവരുടെ പ്രത്യേക സഹായത്തോടെയും സഹകരണത്തോടെയും കൂടി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. മറുഭാഗത്ത് സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ പ്രവർത്തനത്തിനായുണ്ട്. ഇവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കടൽ പ്രക്ഷുബ്ധമാണ്. കടൽക്ഷോഭം അടക്കം ഉണ്ടാകുന്നുണ്ട്. കടൽ കയറി കിടക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വർക്കലയിൽ എത്തുന്ന ആളുകൾക്ക് യാതൊരു രീതിയിലുള്ള ആളപായമോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒഴുക്കിൽപ്പെടുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അധികമായി ഏകദേശം 100-ലധികം വരുന്ന ലൈഫ് ഗാർഡുകളെയും ഇതിനായി പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട്. അവരും ഇവിടെ സുരക്ഷ ഒരുക്കാനായി ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രത്യേകമായിട്ടുള്ള സംവിധാനത്തിൽ അവരുടെ കീഴിൽ അവരുടെ രജിസ്ട്രേഷനോട് കൂടി അല്ലെങ്കിൽ അംഗീകാരത്തോടു കൂടിയുള്ള ശാന്തികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയാക്കി കുറ്റമറ്റ രീതിയിലുള്ളൊരു ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തീകരിക്കാനാണ് പാപനാശം തയ്യാറെടുക്കുന്നത്. എന്തായാലും 6 മണിക്കൂർ പിന്നിടുമ്പോഴും ഏകദേശം 1000-ലധികം ആളുകൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ആ ഒരു ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം തിരുവനന്തപുരം ജില്ലയിൽ ഈ മണിക്കൂറിലും ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ഗതാഗത നിയന്ത്രണം ഇന്ന് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി ആളുകളെല്ലാം മടങ്ങുന്നത് വരെ ഉണ്ടാകുമെന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വർക്കല, തിരുവനന്തപുരം ജില്ലയുടെ സെൻട്രൽ ഭാഗങ്ങൾ, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പരശുരാമ ക്ഷേത്രം അടക്കമുള്ള തിരുവല്ലം അടക്കമുള്ള കേന്ദ്രങ്ങളിലും ഈ ഒരു ഗതാഗത നിയന്ത്രണം പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. അത്രയധികം ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല ജില്ലയ്ക്ക് പുറത്ത് നിന്ന് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആലുവ മണപ്പുറം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ തെക്കൻ കേരളത്തിൽ ആശ്രയിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ വർക്കല പാപനാശം എന്നുള്ളത്. കടലിൽ തന്നെ അവരുടെ ചടങ്ങുകൾ പൂർത്തിയാക്കണമെന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി എത്തുന്നവരുണ്ട്. ഒപ്പം തന്നെ ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആയുസ്സിൽ ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ അവരുടെ പിതൃക്കൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതൊക്കെ കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമായി തന്നെയാണ് പലരും ഈ ഒരു ദിവസത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ, പ്രത്യേക ചടങ്ങുകൾ അടക്കം നടക്കുകയാണ്. തലസ്ഥാന സംബന്ധിച്ചിടത്തോളം മിക്ക ക്ഷേത്രങ്ങളിലും പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ വാവുബലി പ്രമാണിച്ചും ഒപ്പം തന്നെ കർക്കിടക വാവ് പ്രമാണിച്ചും ഒരുക്കിയിട്ടുണ്ട്. ഒരു നേരം ആഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിച്ചൊക്കെയാണ് പലരും ഈ ഒരു ചടങ്ങുകൾക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ആഗ്രഹ സബലീകരണത്തിന് അപ്പുറം അവരുടെ പിതൃക്കൾക്ക്, അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമായ ചടങ്ങ് പൂർത്തീകരിക്കുന്നതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് പലരും ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നത്. നമ്മൾ